ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആലോക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യ, പക്ഷേ നമ്മുടെ അനന്തൻ അത് അത്രയ്ക്ക് ദഹിക്കുന്നില്ല കേട്ടോ. സ്വന്തം പെങ്ങളല്ലേ, അത് ശരിയാവില്ല എന്ന് പറയാ. അപ്പോൾ അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏട്ടാ ഇത്ര കാലം നമ്മൾ കൃഷ്ണമംഗലത്തുകാരായിട്ടാണ് ജീവിച്ചത്, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം. ഇല്ലാതെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ തല കുനിച്ച് നടക്കേണ്ടി വരും. നമുക്കതാണോ വലുത് അതോ ഇതാണോ വലുത്? അപ്പോൾ ഉടനെ അലോക് പറഞ്ഞു കൊടുക്കുകയാണ്, വലിച്ചനൊന്നും കൊണ്ട് പേടിക്കണ്ട, 5 ദിവസത്തെ ഗുളിക, അത് അപ്പച്ചി തന്നെ അറിയാതെ അതെങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. അത് ആഹാരത്തിൽ പതുക്കെ കലക്കി കൊടുത്താൽ മതി. ഓരോ ദിവസം ഓരോ ഗുളിക. പിന്നെ ആരും അറിയാനും പോകുന്നില്ല. ഒന്നുകൊണ്ടും വലിച്ചൻ പേടിക്കണ്ട. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ഈ സ്വത്തുക്കളും വീടും ഒക്കെ നമ്മുടേതായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് അപ്പച്ചി ബോധത്തിലിരുന്നാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അബോധാവസ്ഥയിലിരിക്കുന്ന അപ്പച്ചിയുടെ ഇംപ്രഷൻ തമ്പ് നെയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒപ്പിട്ട് വാങ്ങാന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അനന്തനെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ രാജശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏട്ടാ നന്ദിത എടുത്തിട്ട് പ്രത്യേകം പറയണം. നന്ദിത എടുത്തി ചിലപ്പോൾ ഇതുവല്ലതും പുറത്ത് പറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കണം, പുറത്തൊന്നും പറയരുത്, ആവശ്യം നമ്മുടേതാണെന്ന്. അങ്ങനെ അവർ വലിയൊരു പ്ലാൻ അവിടെ നടത്തുമ്പോൾ ദേവമംഗലത്ത് നിന്നുകൊണ്ട് ബാലൻ ആലോചിക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞ കാര്യങ്ങൾ ആര്യന് പറയുന്നുണ്ടല്ലോ, തലേ ദിവസം രാത്രി അമ്മയെക്കുറിച്ച് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ. ബാലൻ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇരുന്ന് ചിന്തിക്കുക. പിന്നെ അമ്മയാണ് ആര്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബാലൻ ഒരുപാട് അടിച്ചിട്ടുള്ളതും ആര്യനെയാണ്. അവിടെ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുള്ളത് ആര്യനും ഗോമതിയും തമ്മിൽ മാത്രമാണ് കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയണതൊക്കെ ആലോചിച്ചിട്ട് ആ പഴയ ഓർമ്മകളിലേക്ക് ബാലനൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ബാലൻ സ്വയം തീരുമാനിക്കുകയാണ്, ഗോമതി എന്നിൽ നിന്ന് ഒരിക്കലും അകന്നിട്ടില്ല. എങ്ങനെ അകറ്റാൻ പറ്റും? അവളില്ലാതെ ഞാനില്ലാതെ അവളും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ ഈ ഒരു അവസ്ഥയും പ്രശ്നങ്ങളും എല്ലാം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. പാവം, അവൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. എന്നിട്ട് അവൾക്ക് ഈ ഗതി വന്നല്ലോ. ഞാനായിട്ട് അത് പാടില്ല. ഞാൻ തന്നെ എല്ലാവരും പോയി വിളിക്കുന്നു ഞാൻ കരുതി, പക്ഷെ പാടില്ല. ഞാൻ തന്നെ ഗോമതിയെ പോയി വിളിക്കും, അത് ഉറപ്പാണ്. അങ്ങനൊരു വല്ലാത്ത ഉറച്ച തീരുമാനത്തിൽ തന്നെ ബാലൻ നിൽക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും ഗോമതി എന്നിൽ നിന്ന് അകന്ന് നിൽക്കില്ല. ഉടനെ തന്നെ അവളെ ഞാനിവിടെ എത്തിക്കും എന്ന് ഉറപ്പാക്കുക കേട്ടോ. അപ്പോൾ അലോക് അടുത്ത പ്ലാനിന് വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിച്ച് ചെന്ന് കാണുന്നുണ്ട്. അയാളൊരു കാർ ഡ്രൈവറാണ്. അയാളോട് ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, ആ ദേവമംഗലത്ത് കാര്യമായിട്ട് ചെറിയൊരു അടുപ്പം നമ്മൾ അഭിനയിച്ച് വരുവാണല്ലോ, അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് നിലനിർത്തണം. പിന്നെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പോരാഞ്ഞിട്ട് ആ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ അനു, അതിന് വേണ്ടിയിട്ടാണ് അവളെ കുറച്ചുകൂടി വളച്ചെൻ്റെ കയ്യിലേക്ക് എത്തിക്കണം. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയും പോലെ ചെയ്യേ എന്നും പറഞ്ഞൊരു ഐഡിയ ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അനുമോളെ കാണാൻ ചെല്ലുന്നുണ്ട്. അനുവിൻ്റെ അടുത്ത് വലിയ ഗമയിൽ പറയാണ്, എനിക്ക് ബാംഗ്ലൂർ പോകണം. അപ്പോൾ അനുവിനെ വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അച്ഛനാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂർ പോകേണ്ട കാര്യമുണ്ട്. ഇന്ന് പോവാൻ പറ്റിയില്ല. അപ്പം അതിന് പകരം ഞാൻ പോയേ പറ്റത്തുള്ളൂ. പിന്നെ അതിനിടയിൽ കൂടെ സമയം കണ്ടെത്തിയാണ് ഞാൻ നിന്നെ കാണാനായിട്ട് ഓടി വന്നത് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമായി അലോക്. എന്നാലും അലോകിനോട് മിണ്ടിയതും കൂട്ടായതും ഒക്കെ എനിക്ക് ഇപ്പോൾ ഒരു ഡിപ്രഷൻ മൂഡിൽ നിന്ന് എന്നെ മാറ്റി. ഇല്ലെങ്കിൽ ഞാൻ ഭ്രാന്തെടുത്ത് ചത്തേനെ, ആരും മിണ്ടാനും പറയാനും ഇല്ലാഞ്ഞിട്ട്. ഒന്നാതെ അമ്മയാണെങ്കിൽ അവിടെ, അച്ഛനാണെങ്കിൽ ഇവിടെ, പിന്നെ കൂടപ്പിറപ്പുകളാണെങ്കിൽ മിണ്ടാട്ടോ ഇല്ല. പിന്നെ അപ്പോൾ ഉടനെ അലോക് പറയാം, എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം അപ്പച്ചി അങ്ങനെ ആയിപ്പോയില്ലേ. അപ്പച്ചി ഇവിടെ കൊണ്ട് ഞാൻ പലതവണ പറഞ്ഞു അപ്പച്ചിയോട് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട്. കേൾക്കണ്ടേ, ബാലമാവൻ വന്ന് വിളിച്ചാൽ മാത്രമേ പോവുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധത്തിലാണ് ഇരിക്കുന്നത്. സാരമില്ല, എന്തായാലും അനുമോളെ എനിക്ക് കുറച്ച് കൂടുതൽ അടുത്തിടാൻ പറ്റിയല്ലോ. അപ്പോൾ അനു പറയാം, ഞാനും അലോകിനോട് കൂടുതൽ അടുത്തിഴകാനായിട്ട് പരിചയപ്പെടാനും കുറച്ചുകൂടെ അലോക് എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു എന്നൊക്കെ പറയാട്ടോ അനുമോള്. അപ്പോൾ ഈ അലോക് ഇങ്ങനെ വളച്ചെടുക്കുകയാണ്. പാവം അനുമോളാണെങ്കിൽ ഇതൊന്നും അറിയണില്ല. ഭയങ്കര നല്ല പിള്ള ചമയാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അനുമോളൊന്നും ഇങ്ങനെ തിരിയണ സമയം കൊണ്ട് പതുക്കെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അലോക്. കാര്യം അനുമോളെ ഇടിക്കുന്ന പോലെ കാണിച്ചിട്ട് പോകണം കാർ സ്പീഡിൽ വന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. വഴിയിൽ നിന്ന് സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാർ ഇങ്ങനെ പാഞ്ഞു വരുവാണ് അനുമോളെ അടുത്തേക്ക് ഇടിക്കാനായിട്ട്. പെട്ടെന്ന് അലോക് അനുമോളെ തള്ളി മറിച്ച് ഇടുക. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ. കാറാണെങ്കിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാം ഇവൻ്റെ അടവാണെന്നുള്ളത് പാവം ആ കുട്ടി അറിയണ പോലുമില്ല. എന്നിട്ട് അയ്യോ അനുകുട്ടി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോടി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ടൊരു വല്ലാത്ത പോലെ ഒരു നോക്കുകയാണ് കേട്ടോ അനുമോളെ.
അനുവിൻ്റെ കയ്യിലേക്ക് കുറച്ച് ബ്ലഡൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അയ്യോ നിൻ്റെ കൈ മുറിഞ്ഞല്ലോ, ഇങ്ങോട്ട് എടുക്ക്, നമുക്ക് ആശുപത്രി പോവാം എന്ന് പറഞ്ഞാൽ ആ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട വേണ്ട ആലോകെ, ഒന്ന് വിട്, സാരമില്ല, എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട. അയ്യോ നിനക്ക് പോകാനുള്ളതല്ലേ ബാംഗ്ലൂർ, അതുമാത്രമല്ല ഫ്ലൈറ്റിന് സമയമായില്ലേ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അതിനേക്കാളും വലുത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോപ്പിടാണ്. അനുമോൾ ഇതിലങ്ങ് മയങ്ങിപ്പോയി. എന്നിട്ട് ഉടനെ പറയാം, ഞാനേ ഒത്തിരി പോയി വെള്ളം എടുത്തിട്ട് വരട്ടെ, നിൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോവാം. ആ സമയം കൊണ്ട് അനുമോൾ ഇതിനിടയിൽ കൂടെ പഴയ സംഭവം റിക്രിയേറ്റ് എടുക്കുക കേട്ടോ. കാരണം കാറ് വരുന്നതും ഇരിക്കാൻ പോകുന്നതും അലോക് മറിച്ചിടുന്നതും ഒക്കെ. എന്നിട്ട് അലോകിനോട് സ്നേഹത്തോട് പറയാം, അലോകെ നീ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്, നീ ഇല്ലായിരുന്നെങ്കിലോ ഓ എനിക്ക് ആലോചിക്കാൻ വയ്യ, ആ കാറ് കാരണം ഇനിയിപ്പോൾ ഇടിച്ചേനേന്ന് എന്നൊക്കെ ഇങ്ങനെ അലോകിനോട് പറഞ്ഞിട്ട് അലോക് വെള്ളം കൊണ്ടുവന്നു കൈ കൊടുക്കുന്നു, കുടിക്കുകയാണ് കേട്ടോ ആ കുട്ടി. എന്നിട്ട് കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ നീറ്റൽ തറയിൽ വീണ് ചതഞ്ഞതാ. ഉടനെ അലോക് അത് വാങ്ങിയിട്ട് പറയാം, അയ്യോ നിൻ്റെ കൈക്ക് ഇത്ര വേദന ഉണ്ടോ, വാ ആശുപത്രി പോകാം, അത് പറ്റത്തില്ല, വന്നേ എന്ന് പറഞ്ഞ് അനുമോളുടെ സമ്മതം കൂടെ ഇല്ലാണ്ട് ആ കൈനെ പിടിച്ച് വലിക്കുക കേട്ടോ. വലിച്ച് പിടിച്ച് തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനുവിന് വല്ലാത്തൊരു സ്നേഹം അലോകിൽ നിന്ന് കിട്ടിയതുപോലെയാണ് കേട്ടോ. അപ്പോൾ അലോകാണെങ്കിലും അത് തന്നെ മുതലെടുത്തോണ്ടിരിക്കുക. സാരമില്ല പോട്ടെ, ഇനി ഒരു കാര്യം ചെയ്യാം, നീ പൊക്കോ, ഞാനും പോവാണ്, ഞാനിനി വീട്ടിലേക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പിരിയാണ് കേട്ടോ. പക്ഷേ അലോകിൻ്റെ ഈ ഒരു സ്നേഹപ്രകടനങ്ങളെല്ലാം കൂടെ നമ്മുടെ അനുമോളുടെ മനസ്സിലേക്ക് അങ്ങ് വാരി വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അനുമോളെ ആകെ ഒരു വശത്താക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുക. അന്ന് ലോങ് ഡ്യൂട്ടിയാണല്ലോ ആര്യന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യന് MDയുടെ മകളെ വിളിച്ച് തിരിച്ചു കൊണ്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുക. ആ സമയത്താണ് നമ്മുടെ മിത്ര അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആര്യ നീ പോവാണോ, ഞാനും കൂടെ വന്നോട്ടേന്ന് ചോദിക്കാം. അതെന്താ നീ അങ്ങനെ ചോദിച്ച്? അതല്ല, എനിക്കിവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്, ഒറ്റയ്ക്കല്ലേ ഇരിക്കണേ, കുറച്ച് ദിവസമായിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോയാലോ, എന്തായാലും നീ ലോങ് പോവുമല്ലേ, തിരിച്ചു വരുമ്പോൾ വണ്ടിയിലാണെങ്കിൽ കാലിയുമാണല്ലോ, ഞാനും കൂടെ വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ ആര്യം പറഞ്ഞിട്ടുണ്ട്, അതിനെന്താ മിത്രേ നീ കൂടെ വന്നോ, എനിക്കും ഒരു കമ്പനി ആവുമല്ലോ. അപ്പോഴാണ് മിത്ര പറയണത്, അത് ശരി, ഞാൻ ഇനി കൊണ്ടുപോകോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ചോദിച്ചതാട്ടോ. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാടി നീ ചോദിച്ചത്? എന്തായാലും നീ വന്നോ കൂടെ, കുഴപ്പമില്ല, നീ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെങ്കിലും നീ വരുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയാം കേട്ടോ. അല്ല ആര്യം എന്നൊക്കെ സംസാരിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ പറയാം, നമ്മൾ തമ്മിലിപ്പോൾ ഒളിവും മറവും ഒന്നുമില്ല, നമ്മൾ ഒരേ മനസ്സോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അന്ന് നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒന്നായി കഴിഞ്ഞു. ഇന്നും നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ജീവിക്കണം, അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കരുത്, എല്ലാം എന്നോട് തുറന്നു പറയാൻ, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മ ഇവിടെ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആണോ ആര്യ, അങ്ങനൊരു ചിന്ത ഉണ്ടോ? ഉണ്ട്, എൻ്റെ മനസ്സിൽ അതൊരു വല്ലാത്ത അത്ഭുതം സന്തോഷമായിട്ട് കിടക്കുന്നുണ്ട്. സാരമില്ല, എനിക്കും അത് അങ്ങനെ തന്നെ നടക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം എന്ന് മിത്ര പറയാട്ടോ. അപ്പച്ചി എത്രയും വേഗം വരണം. ശരി, എന്നാൽ ആര്യം പോയിട്ടോ. ആര്യം ഞാൻ വരുന്നില്ല, എന്തായാലും ഞാൻ വാങ്ങിത്തന്ന ഷർട്ട് ഇട്ടുകൊണ്ടല്ലേ ആര്യം പോകുന്നത്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാട്ടോ മിത്ര. അങ്ങനെ ആര്യം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് സാധാരണ പോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും ഒക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജശ്രീയാണ് കൊണ്ട് ഗോമതിക്ക് കൊടുക്കുന്നത്. ഗോമതി ഇതെല്ലാം കേട്ടിട്ടിരിക്കുന്നതുകൊണ്ട് ഗോമതിക്കൊരു മടി തോന്നുന്നുണ്ട്. അപ്പോൾ ഗോമതി അത് കഴിക്കാൻ മടിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളൊക്കെ കഴിച്ചോ? ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടായിരിക്കണം, കഴിക്കുന്ന സമയത്ത് നിന്നെ വിളിച്ചല്ലോ, നീ വന്നില്ലല്ലോ, പിന്നെ നീ കഴിക്ക്. അല്ല എന്താ മടിച്ചിരിക്കുന്നത്? അല്ല അപ്പം തന്നെ ഉടനെ നമ്മുടെ ഗോമതി വിചാരിക്കുന്നുണ്ട്, അലോക് പറയണ കേട്ടിരുന്നല്ലോ, കാരണം ഒരു ഗുളിക ഇങ്ങനെ പൊടിച്ച് ആഹാരത്തിൽ കൊടുക്കണമെന്നുള്ളത്, നേരിട്ട് കഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്, അതെല്ലാം ഗോമതി ഓർത്തെടുത്തിട്ട് ഉടൻ രാജശ്രീയോട് പറയാം, രാജശ്രീ എനിക്കെന്തോ മണം വരുന്നുണ്ട് ഗ്യാസിൻ്റെ, ഒന്ന് പോയി നോക്കാവോ? ഗ്യാസ് ഞാൻ അടച്ചിട്ടാണ് വന്നത്, എന്നാലും ഒന്ന് നോക്കാവോ? അങ്ങനെ രാജശ്രീ ഗ്യാസിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് ആ കിച്ചണിലേക്ക് പോണ സമയം കൊണ്ട് ആ ചോറെല്ലാം കൊണ്ട് ദൂരെ കളയുന്നുണ്ട്. ഇത് അലോക് കാണുകയാണ്. അങ്ങനെ അലോക് അത് അമ്മയോടും അച്ഛനോടും പറയുകയാണ്, അപ്പച്ചി ആഹാരം കഴിച്ചില്ല, കൊണ്ട് കളഞ്ഞു എന്ന്. അത് കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയായാലും ഇപ്പോൾ അവൾ ഈ ചോറ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തോ കലക്കിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നോ അവൾക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും മുന്നോട്ട് വെച്ച കാലം നമുക്കിനി പിന്നോട്ട് എടുക്കണ്ട, ഞാൻ അതിനുള്ള വഴിയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അലോക് പറയാം. എന്നിട്ട് അലോക് മുറിയിലേക്ക് ചെന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്കൊരു ഗുളിക എടുത്തിട്ട് ഇടിച്ച് പൊടിച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് രാജശ്രീ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാജശ്രീ സന്തോഷത്തോടുകൂടി മോൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് പറഞ്ഞു, എടാ ഇതിപ്പോൾ അവൾ കുടിക്കുമോ? എനിക്ക്
തോന്നുന്നില്ല ഞാൻ കൊണ്ട് കൊടുത്താൽ കുടിക്കുമെന്ന്. എന്തെങ്കിലും സംശയം കാണും. അപ്പോൾ അലോക് പറയാണ് അമ്മ ഒന്നുകൊണ്ട് കൊണ്ടു കൊടുക്കണ്ട, അപ്പച്ചിക്ക് അമ്മ കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ സംശയമാവും, നമുക്ക് വേറൊരാളെ കൊണ്ട് കൊടുപ്പിക്കാം. ആരാ എന്താണെന്ന് ചോദിക്കാം കേട്ടോ, അതിനൊരു വഴിയുണ്ട്. ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നേ, കൊടുക്കുന്നവരെ കൊണ്ട് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് നേരെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ചെന്ന് കാണുക കേട്ടോ. അങ്ങനെ ഓടിപ്പോയിട്ട് അമ്മായി അമ്മയെ ചെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം എടി അമ്മേന്ന് നിന്ന് വിളിക്കുക. അപ്പോഴാണ് അവർ ചോദിക്കണം അതെ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അമ്മ അവിടെ പൊടിയും അതും ഇതൊക്കെ തുടച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്ന് പറയാൻ ആലോചിച്ച് പറയാം അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യണേ? എടി ചെയ്തല്ലേ പറ്റുള്ളൂ, വെറുതെ എന്നിട്ട് എന്ത് ചെയ്യാം, മനുഷ്യന് മനസ്സമാധാനം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാല് പതിയെ കൊണ്ടു കൊടുക്കാനുള്ള അടവാട്ടോ. അമ്മ കൊണ്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഗോമതിക്ക് സംശയമൊന്നും തോന്നില്ല, ഗോമതി കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അടവെടുക്കുക കേട്ടോ അവിടെ അലോക്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.